ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ ജാസ്മിൻ റഷീദ് ജാസ്. എന്നത്തെയും പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണിത്. ഇത് ചൂടോടെ തന്നെ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് ഉടക്കുന്നുണ്ടേ. ഈ ചൂടോടെ തന്നെ ഉടക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് ഉടച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോടെ തന്നെ ഉടച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാനിതാ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതാ കട്ടയൊന്നും ഇല്ലാതെ ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. ആ മല്ലിച്ചപ്പ് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. അതിനു മുമ്പ് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിനാണ്. ചെറിയ എരിവ് മതി. സ്നാക്സിൽ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഞാൻ ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഞാനത് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തിയുടെ പാകത്തിൽ ഞാനത് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. കുഴച്ചിട്ടുണ്ട്. ഇതാ ഞാനത് കുഴച്ച് ശരിയാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ എൻ്റെ കുഴച്ചത്. ഇതാ ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ചെറിയ ഒരു ചപ്പാത്തിയുടെ ഇതിനെ ഉരുട്ടി നമ്മൾ എടുക്കില്ലേ, അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ എടുക്കുന്നുണ്ട്. എടുത്തതിന് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഞാനൊന്ന് നന്നായിട്ട് നീട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നീട്ടി നമുക്കൊരു സ്റ്റിക്കിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാനിത് നീട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഉരുട്ടാൻ പാകത്തിന് നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് ഉരുട്ടിയാലും സുഖമാണ് കേട്ടോ. ഞാനത് കയ്യിൽ വെച്ചിട്ടാണ് എനിക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്താ എൻ്റെതെല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുള്ളത് കൊണ്ടാണ് ഞാനിത് അധികം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കുറച്ച് കൂടുതലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും. ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി അടുപ്പത്ത് നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഞാനിത് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതും ഒട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്കത് രണ്ട് ഭാഗവും ഒരുപോലെ ആയിട്ട് വെന്ത് കിട്ടിക്കോളും. തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഞാനിത് കോരിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നോക്കൂ, ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.